ആൾക്കാരുമായിട്ട് ഇന്റർവ്യൂവിന് വന്നേക്കുവാണ്. അപ്പൊ ഇവരെല്ലാവരും എൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്. അപ്പൊ ഇന്ന് ഞങ്ങൾ ലൈവിൽ വന്ന് സംസാരിക്കാൻ പോകുന്നത് ഡിജിറ്റൽ ബിസിനസ് എത്രമാത്രം എല്ലാവർക്കും യൂസ്ഫുൾ ആണ്, നമുക്ക് എങ്ങനെ ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാം, അപ്പൊ അതിനെപ്പറ്റി പറയാനാണ് ഇന്ന് ഞങ്ങൾ ലൈവിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഇന്റർവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒരു എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്നവരോ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നവരോ ചെയ്യാനോ ആഗ്രഹിക്കുന്നവര് ഈ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾ കേൾക്കണം. അപ്പൊ ഇന്ന് എനിക്ക് കേരളത്തിൽ നിന്നുള്ള ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്. അപ്പൊ അവരുടെ എക്സ്പീരിയൻസ് എല്ലാം അവരിന്ന് ഷെയർ ചെയ്യും കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ നിഷ, UK എന്നാണ്. നേഴ്സിംഗ് ആണ് എൻ്റെ പ്രൊഫഷൻ. ഞാൻ ഫാമിലി ആയിട്ട് UK താമസിക്കുന്നു. പിന്നെ ഞാൻ ഞാൻ നേഴ്സായിരുന്നു. ഇപ്പോൾ ഫുൾ ടൈം ഡിജിറ്റൽ ബിസിനസ് ഓണറാണ്. ഞാനിവിടെ ഒരു 2 ബിസിനസ് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം കേരളത്തിൽ നിന്നാണ്. ഇവരെല്ലാവരും എൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്. അപ്പൊ അത്രയുള്ള എൻ്റെ ഇൻട്രൊഡക്ഷൻ. അപ്പൊ ഞാൻ സ്മിത മേഡത്തിനോട് ചോദിക്കാണ്. സ്മിത മേഡം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. ഓക്കെ, എൻ്റെ പേര് സ്മിത ലാല്, കേരളത്തിൽ നിന്നാണ്. ജില്ല വരുന്ന മലപ്പുറമാണ്. ബേസിക്കലി ഞാനൊരു ടീച്ചറായിരുന്നു. ഇപ്പൊ ഞാൻ ബിസിനസ് ആണ് ചെയ്യുന്നത്. താങ്ക് യു സ്മിത മേഡം. ഷിജി മേഡം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ? ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് ഷിജി അജേഷ്, കോട്ടയം ജില്ലയിൽ പാലയിലാണ്. റെസിഡന്റ് നേഴ്സായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ ബിസിനസ് ചെയ്യുന്നു. താങ്ക് യു ഷിജി മേഡം. സിന്ധു മേഡം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേ. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എൻ്റെ പേര് സിന്ധു, കോട്ടയം ജില്ലയാണ് പ്രദേശം വരുന്നത്. നേരത്തെ വില്ലേജ് ഓഫീസിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ബിസിനസ് ഫീൽഡിലാണ്. താങ്ക് യു സിന്ധു മേഡം. കുഞ്ഞി സാറെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണേ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എൻ്റെ പേര് കുഞ്ഞു മുഹമ്മദ്, തടത്തിലാണ്. ഞാൻ കേരളത്തിലാണ്. ഡിസ്ട്രിക്ട് വരുന്നത് മലപ്പുറം ജില്ല. ഞാൻ 18 വർഷം ഗൾഫിലായിരുന്നു. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബിസിനസ്സുമായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. താങ്ക് യു സർ. അപ്പോൾ എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ മെയിൻ ടോപ്പിക്കായ എങ്ങനെ നമുക്കൊരു ബിസിനസ് വഴി വീട്ടിലിരുന്ന് നമ്മുടെ ഒരു ഫ്രീ ടൈം മാത്രം യൂസ് ചെയ്ത്, അത് നമുക്കൊരു ഫോൺ, ഒരു ലാപ്ടോപ്പോ ഒരു ഫോണോ എന്തെങ്കിലും ഒന്ന് മതി ഈ ബിസിനസ് ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള ഏറ്റവും നല്ലൊരു അവസരം ഒരുപാട് അമ്മമാർ ആഗ്രഹിക്കുന്നുണ്ട് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാനായിട്ട്. കാരണം അവർക്ക് മക്കളെ നോക്കാൻ സമയമില്ല, ജോലിക്ക് പോയി നടന്ന വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ സമയമില്ല. പിന്നെ ഒരു എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പോഴത്തെ ലോകത്ത് നമുക്ക് ജീവിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ഒരു എക്സ്ട്രാ ഇൻകം ഇല്ലാതെ എല്ലാ സാധനത്തിനും വില കൂടിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഒരു എക്സ്ട്രാ ഇൻകം ഇല്ലാതെ ജീവിക്കാൻ ഭയങ്കര പാടായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് നമുക്ക് ഇത്രയും നല്ലൊരു അവസരം നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആ അവസരത്തെ പറ്റി ഞങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ ഡിജിറ്റൽ ബിസിനസ് എങ്ങനെ നമുക്ക് മറ്റുള്ളവർക്ക് ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാം, അതിനെ പറ്റിയാണ് ഞാൻ സ്മിത മേഡത്തിനോട് ചോദിക്കുന്നത്. അതിനെ പറ്റി ഒന്ന് സ്മിത മേഡത്തിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് എന്താണ് മറ്റുള്ളവരോട് ഒന്ന് ഷെയർ ചെയ്യാനുള്ളത്? എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ ടീച്ചിങ് പ്രൊഫഷൻ ആയിരുന്നു പറഞ്ഞല്ലോ മേഡം. അപ്പോൾ ടീച്ചിങ് ആകുമ്പോൾ നമുക്കൊരു ജോബ് ആണെങ്കിൽ നമുക്ക് മന്ത്ലി ആ കിട്ടുന്ന ഒരു വരുമാനത്തിലാണ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് പോവുക. പക്ഷെ ഒരു ബിസിനസ് ഏറ്റെടുത്ത സമയത്താണ് നമുക്ക് വരുമാനം എത്രയും ഏൺ ചെയ്യാൻ പറ്റുന്നു. അതുപോലെ നമ്മളെപ്പോലെ ഇപ്പോൾ ലേഡീസ് ആണെങ്കിൽ പറയുകയാണെങ്കിൽ വീട്ടിൽ ഇരുന്നിട്ട് ഒരു ഇൻകം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്ക്, ഇപ്പോൾ പഠിച്ചിട്ടും പുറത്തിറങ്ങി ജോബ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരും, പിന്നെ മാഡം പറഞ്ഞ ഒരു കൊച്ചു കുട്ടികളാകുമ്പോൾ അവരെ വെച്ചിട്ട് പുറത്തിറങ്ങി ചെയ്യാൻ പറ്റാത്ത ലേഡീസ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഡിജിറ്റലായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് അതുപോലെ ഇപ്പോൾ നമ്മൾ ജോബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്ര വരുമാനം മാസം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ആകുമ്പോൾ അങ്ങനെയല്ല. ബിസിനസ് ആകുമ്പോൾ നമുക്ക് എത്ര ഏൺ ചെയ്യാവും. നമ്മുടെ ഫ്രീ ടൈം നമുക്ക് നമ്മുടെ ഇപ്പോൾ വീട്ടിലെ ജോലിയോ ഒക്കെ ചെയ്ത് വെച്ചിട്ടും നമ്മളെ ടൈമിൽ ഇരുന്നിട്ട്, ഫ്രീ ടൈമിൽ ഇരുന്നിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ഞാൻ ചെയ്യുന്നത് അതാണ്. പിന്നെ നമുക്കിപ്പോൾ ഹസ്ബൻഡ് ആയിക്കോട്ടെ, മക്കളെ കാര്യം ആയിക്കോട്ടെ, ഇപ്പം എല്ലാ കാര്യവും നമുക്ക് നോക്കിക്കൊണ്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് ഇപ്പം നമുക്ക് ഓരോ ഡ്രീംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം അതൊക്കെ നമ്മൾ ജോലിയിൽ എന്തായാലും നമുക്ക് അത് നേടാൻ പറ്റില്ല. ഒരു ബിസിനസ് ആകുമ്പോൾ നമുക്ക് അത് ഇത്രയും ഏൺ ചെയ്യാനും നല്ലൊരു ലൈഫ്, നമുക്കൊരു ലൈഫ്, നല്ലൊരു സെലിബ്രിറ്റി ലൈഫ് തന്നെ ശരിക്കും ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും ബിസിനസ്സിലൂടെ. അപ്പം ഏതൊരാൾക്കും വീട്ടിലിരുന്ന് ചെയ്യാനും എങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ലാപ്പോ നല്ലൊരു മൊബൈലൊക്കെ മതി ചെയ്യാനും. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. മേഡം. താങ്ക് യു സ്മിത മേഡം. അപ്പോൾ ഒരു ടീച്ചിങ് പ്രൊഫഷണലിൽ ഇരുന്ന ഒരു മേഡമാണ് സ്മിത മേഡം. അപ്പൊ ഈ ഒരു ഡിജിറ്റൽ ബിസിനസ്സിലോട്ട് വരാനായിട്ട് ഒരു താല്പര്യം കാണിച്ചതും ആ ഫുൾ ടൈം ആയിട്ട് ഡിജിറ്റൽ ബിസിനസ്സിനെ ഏറ്റെടുക്കണമെങ്കിൽ അത്രയും നല്ലൊരു അവസരം ആയതുകൊണ്ട് മാത്രമാണ്. അതല്ലെങ്കിൽ ഒരു ടീച്ചിങ് പ്രൊഫഷണലിൽ ഇരിക്കുന്ന ഒരാൾ ഒരിക്കലും ഒരു ഡിജിറ്റൽ ബിസിനസ്സിലോട്ട് വരത്തില്ല. ഇപ്പൊ പല ആളുകളും പറയുന്ന കുറെ കമന്റുകൾ ഉണ്ട്, ഡിജിറ്റൽ ബിസിനസ് അത് MLM അല്ലേ, ആളെ ചേർക്കുന്ന പരിപാടിയല്ലേ, അങ്ങനെ കുറെ നെഗറ്റീവ്സ് നമുക്ക് പല സൈഡിൽ നിന്നും കേൾക്കാൻ പറ്റും.
പക്ഷെ ഒന്ന് ഓർത്താൽ മതി, എന്തും ആയിക്കോട്ടെ, നമുക്ക് കമ്പനി നല്ലതാണോ, നമുക്ക് കറക്റ്റായിട്ട് പേയ്മെന്റ് കിട്ടുന്നുണ്ടോ, നമുക്ക് പറ്റിയൊരു അവസരമാണോ, എത്രയോ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അവസരമല്ലേ ഡിജിറ്റൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ. ആ വീട്ടിലിരുന്ന് അവരുടെ ഒരു ഫ്രീ ടൈം, എപ്പോൾ ഒരു ചെറിയ ഫ്രീ ടൈം കിട്ടുന്നോ അവർക്ക് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യാം, കുക്കിംഗ് ചെയ്യാം, മക്കളെ നോക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് വീട്ടിലിരുന്ന് ഒരു ഫ്രീ ടൈമിൽ നമുക്ക് ഏറ്റവും അധികമായിട്ട് സമ്പാദിക്കാൻ പറ്റുന്നത്. അത് ബിസിനസ്സിലൂടെ മാത്രമേ നമുക്ക് ഇത്ര ഇൻകം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. വേറെ ഒരു ജോലി ചെയ്താലും നമ്മൾ കഷ്ടപ്പെട്ട് ജോലിക്ക് പോവുക നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു എന്നല്ലാതെ. എത്രയോ നഴ്സുമാര് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ചെയ്ത് ഉറങ്ങാൻ പറ്റാണ്ട് എത്രയോ ആൾക്കാരുണ്ട്. അവരൊക്കെ പിന്നെ ഫാമിലിയിലാണെങ്കിൽ സമയമില്ല, ഹസ്ബൻഡും വൈഫും എപ്പോഴും ജോലിക്ക് പോയി നടക്കുന്നു, വൈഫ് വരുമ്പോൾ ഹസ്ബൻഡ് പോകുന്നു. ഇങ്ങനത്തെ ഒരു യൂറോപ്പിലൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ഒരു മാറ്റം വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവരെല്ലാവരും ഈ ബിസിനസ് സെലക്ട് ചെയ്യുന്നു? അപ്പൊ അത്രയും നല്ലൊരു അവസരമല്ലേ. പിന്നെ എന്തിനാണ് ഞങ്ങൾ മറ്റുള്ള സൈഡുകളിൽ നിന്ന് കേൾക്കുന്ന ഈ നെഗറ്റിവിറ്റി ഒക്കെ കേൾക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് പറ്റിയൊരു അവസരമല്ലേ ഇത്രയോ ആൾക്കാർ ചെയ്യുന്നു. അപ്പൊ വീട്ടിലിരുന്ന് ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ പറ്റിയൊരു ജോലിയാണോ, അത് മാത്രം നമ്മൾ നോക്കിയ പോരെ. അപ്പൊ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്റെ അനുഭവം തന്നെ പറഞ്ഞാൽ, ഞാൻ ഇവിടെ എനിക്ക് 4 മക്കളുണ്ട്. അപ്പൊ മക്കളെ നോക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ജോലിക്ക് പോയി നടന്ന, എന്റെ ഹസ്ബൻഡ് ഇവിടെ ഷോപ്പാണ്, ഞങ്ങൾ രണ്ടുപേരും ബിസി ആയിട്ട് നടന്ന വീട്ടിലെ കാര്യങ്ങൾ ബുദ്ധിമുട്ടാകും, മക്കളെ നോക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഡിജിറ്റൽ ബിസിനസ് ചൂസ് ചെയ്തത്. അപ്പൊ എത്രയോ പേര് അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പൊ അവർക്കുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് ഞങ്ങൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഷിജി മേഡത്തിന് ഇതേപ്പറ്റി എന്താ പറയാനുള്ളത്? സ്വന്തം എക്സ്പീരിയൻസിൽ നിന്ന് എന്താണ് ഷെയർ ചെയ്യുക? ഓക്കെ, ഞാനിത് പറയുവാണെങ്കിൽ ഇപ്പം ഹസ്ബൻഡിന്റെ ഷോപ്പാണ് പാലായില്. ഇപ്പം മക്കള് 3 പേര് കുഞ്ഞുങ്ങള്, അപ്പം പ്രായമായ അമ്മയുണ്ട്. അപ്പൊ നമുക്ക് പുറത്തോട്ടൊക്കെ പോയി ജോലി ചെയ്യുകയാണെങ്കിൽ ഇവരെയൊക്കെ വിട്ട് ഇവരുടെ കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാൻ പറ്റത്തില്ല. ഈ സാഹചര്യത്തിൽ നമുക്ക് മക്കളെ ഒന്നും കൂടെ കൊണ്ടുപോയി അവിടെ ചെയ്യാനുള്ള സാമ്പത്തികം ഇല്ലാതിരുന്ന സമയത്ത് ഈ ഒരു ബിസിനസ്സിലോട്ട് ഞാൻ വന്നു. പക്ഷെ നമുക്ക് ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു വരുമാനം നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നു, വീട്ടിലുള്ളവരുടെ കാര്യങ്ങൾ നോക്കും, ഇതെല്ലാം നോക്കിക്കൊണ്ട് വീട്ടിലിരുന്ന് ചെയ്യുന്ന ഒരിതാണ്. അതൊരു മനസ്സ് ഭയങ്കര ഹാപ്പിയാണ്, ഒരു ഫ്രീ ആണ്. നമ്മുടെ ഇപ്പം സെലിബ്രിറ്റീസ് ലൈഫിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇതിനകത്തോട്ട് വന്നിട്ട് ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകുന്നത് മാഡം. എല്ലാവർക്കും എന്നെ പോലെയുള്ള വീട്ടമ്മമാർ ഒത്തിരി പേരുണ്ട്, അവർക്കെല്ലാം വളരെ ഉപകാരപ്പെടുന്ന ഒരു ബിസിനസ്സാണിത്. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻജോയ് ചെയ്തിപ്പോ ജീവിക്കുന്ന, മക്കളും ഹാപ്പി, ഫാമിലി മൊത്തം ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകുന്നു. താങ്ക് യു ഷിജി മേഡം. അപ്പൊ ഷിജി മേഡം ഒരു നേഴ്സായിരുന്നു, ഒരു നേഴ്സിംഗ് ജോബിൽ നിന്ന് വിട്ടിട്ടാണ് ഒരു ബിസിനസ് എന്ന മേഖലയിലേക്ക് വന്നത്. അപ്പൊ എല്ലാവരും ബിസിനസ് ചൂസ് ചെയ്യണമെങ്കിൽ എല്ലാവരുടെയും മനസ്സിൽ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യണം, ഞങ്ങളുടെ മക്കളെ നോക്കണം, ഫാമിലിയിൽ ഞങ്ങൾക്ക് ഒരു സമയം വേണം, ഇതെല്ലാം ഉദ്ദേശിച്ചിട്ടാണ്. അത് മാത്രമല്ല, ബിസിനസ്സിൽ നിന്ന് ഉണ്ടാക്കുന്ന ഇൻകം നമുക്ക് ഒരിക്കലും ഒരു നേഴ്സിംഗ് ജോബിലൂടെ, വേറൊരു ജോബിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. ബിസിനസ് വഴി നമുക്ക് ശരിക്കും രക്ഷപ്പെടാനും നല്ല ഇൻകത്തിലെത്തി നല്ലൊരു പ്രൊഫഷണൽ ഡെവലപ്മെന്റിന്, ഇപ്പൊ ഞങ്ങളിപ്പോ ലൈവ് ഇന്റർവ്യൂസിലൊക്കെ വന്ന് സംസാരിക്കുന്നു, ഈ ഒരു ഡെവലപ്മെന്റും കാര്യങ്ങളും, ഒരു സോഷ്യൽ മീഡിയയെ പറ്റി പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിലൂടെ പഠിക്കാൻ പറ്റുന്നുണ്ട്. ഒരു കമ്പ്യൂട്ടർ നോളജ്, സീറോ കമ്പ്യൂട്ടർ നോളജ് ഉള്ളവർക്ക് വരെ കമ്പ്യൂട്ടറിനെ പറ്റി പഠിക്കാൻ പറ്റുന്നു, ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് അറിവ് കിട്ടുന്നു. അപ്പൊ ഒരു ബിസിനസ്സിൽ നമുക്ക് ഇൻകം മാത്രമല്ല ഇതിൽ നിന്ന് കിട്ടുന്നത്, ഒത്തിരി കാര്യങ്ങൾക്ക് പഠിക്കാനും ഒരു പേഴ്സണൽ ഡെവലപ്മെന്റിനും ഹെൽപ്പ് ചെയ്യുന്നത്. എന്റെ എക്സ്പീരിയൻസിൽ നിന്ന്, ഞാനൊരു വെരി ഷൈ പേഴ്സൺ ആയിരുന്നു, ഒരിക്കലും ഞാനൊരു സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരാളെ അല്ലായിരുന്നു. പക്ഷെ ഈ ബിസിനസ് ആണ് എന്നെ ശരിക്കും മാറ്റിയെടുത്തത്. ഇങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കാനും ഇന്റർവ്യൂസ് ചെയ്യാനും ഇതിനെല്ലാത്തിനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് ഡിജിറ്റൽ ബിസിനസ്സസ്. അപ്പൊ ഷിജി മേഡത്തിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. അപ്പൊ സിന്ധു മേഡത്തിന് എന്താ പറയാനുള്ള മേഡത്തിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ബിസിനസിനെ പറ്റി? മാഡം, എനിക്ക് പറയാൻ, ഞാൻ വില്ലേജില് കുറച്ച് നാള് താൽക്കാലികമായിട്ട് വർക്ക് ചെയ്തിട്ടില്ല, അതെ മുനിസിപ്പാലിറ്റി വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു സ്ത്രീ എന്ന നിലയിൽ വളരെ പ്രൗഡായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മേഖലയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫാമിലിക്കൊപ്പം തന്നെ എൻ്റെ ഹസ്ബൻഡിന്റെ സപ്പോർട്ടോട് കൂടി തന്നെ വളരെ എൻജോയ്മെന്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു മേഖലയാണ്. മറ്റു ഫീൽഡിൽ നിന്ന് കിട്ടാത്ത ഒരു സന്തോഷം നമുക്ക് ഈ ഡിജിറ്റൽ മേഖലയിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന വർക്കിനനുസരിച്ചുള്ള വരുമാനം നമുക്ക് കിട്ടുന്നു. കൂടാതെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഫാമിലിയെ നോക്കിക്കൊണ്ട് തന്നെ, കുട്ടികളെ നോക്കിക്കൊണ്ട്, നമ്മുടെ പാരന്റ്സിനെ നോക്കിക്കൊണ്ട്, എല്ലാവർക്കും കെയർ കൊടുത്തുകൊണ്ട് ഒരു സാറ്റിസ്ഫാക്ഷനോടുകൂടി ഫുൾ എൻജോയ്മെന്റ് കൂടി ചെയ്യാൻ എനിക്കിന്ന് ഈ മേഖലയിൽ പറ്റുന്നുണ്ട്. എല്ലാ കുട്ടികൾക്കും ഇത് പറ്റും.
നമ്മളെല്ലാവരും ഇത് തിരിച്ചറിഞ്ഞ് ഈ മേഖലയിലേക്ക് വരണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. ഓക്കെ മാഡം. താങ്ക് യു സിന്ധു മാഡം. അപ്പൊ ഒരു വില്ലേജിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ആളാണ് സിന്ധു മാഡം. അപ്പൊ സിന്ധു മാഡത്തിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. അതേപോലെ ഇതേപോലെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നാട്ടിലുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ നല്ലൊരു അവസരം ഞങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുന്നു. അപ്പൊ ഒരിക്കലും ഇത് കാണാതെ പോകരുത്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു അവസരമാണ് ഞങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കുഞ്ഞി സാറിന് എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? ഹലോ നിഷ മാഡം. ഹലോ, ഞാൻ എൻ്റെ പേര് പരിചയപ്പെടുത്തി, കുഞ്ഞു മുഹമ്മദാണ്. ഞാൻ 18 വർഷം പ്രവാസിയായിരുന്നു. പ്രവാസി ആവാൻ വേണ്ടി ഞാൻ വളരെ താല്പര്യപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അവിടെ പോയി 2-3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്ത് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുന്നത്. കാരണം ഫാമിലി ആയിട്ടുള്ള ഒരു അടുപ്പം തന്നെ നമുക്ക് നഷ്ടപ്പെടുന്ന മാതിരിയായിരുന്നു. പിന്നെ അത് മാത്രമല്ല, 18 വർഷം ഗൾഫിൽ നിന്ന് എന്നല്ലാതെ ഒരു വരുമാനം ഒന്നും നമുക്ക് കയ്യിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ശമ്പളം വാങ്ങുന്നു, അതവിടെ ചെലവഴിക്കുന്നു, ഇങ്ങനെയുള്ള ഒരു ചെറിയൊരു മേഖലയിലൂടെ പോവുമായിരുന്നു. അതിനുശേഷമാണ് ഈ കൊറോണ സമയത്ത് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി മനസ്സിലാക്കിയതും അതിൽ കയറി നിന്നതും അതിൽ നിന്ന് അതുകൊണ്ടുള്ള നേട്ടം എനിക്ക് എന്താണ്, വരുമാനത്തിനേക്കാൾ കൂടുതൽ ഫാമിലിനായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ള നല്ലൊരു സാറ്റിസ്ഫൈഡ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാണ്, നല്ലൊരു മേഖലയാണ്. ചൂസ് ചെയ്യാൻ പറ്റുന്നവർക്ക് നല്ലൊരു അടിത്തറ പാകാനും വരുമാനം കൊണ്ട് കഴിയുമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത്. താങ്ക് യു സാർ. അപ്പൊ സാറിന്റെ എക്സ്പീരിയൻസിൽ സാറ് പറഞ്ഞ് പ്രവാസികളായിട്ടുള്ളവർക്ക് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് സാറിന്റെ ലൈഫ്. എത്രയോ പേര് ഗൾഫ് കൺട്രീസിൽ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അവര് ചിലപ്പോൾ ഫാമിലി നാട്ടിലായിരിക്കാം, അവർക്കൊരു ഫാമിലി ലൈഫ് കിട്ടുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ബിസിനസ് എന്താണെന്നെങ്കിലും അറിയാൻ ശ്രമിക്കുക. അതല്ലാതെ ആൾക്കാർ എന്തെങ്കിലും പറയുന്നത് കേട്ടു ചിലപ്പോൾ ചിന്തിക്കാം ഒരുപാട് ബിസിനസ്സുകളുണ്ട്, എവിടെ നോക്കിയാലും ബിസിനസ് കാണാനുള്ളൂ. പക്ഷെ അതെന്താണെന്ന് അറിയാനുള്ള മനസ്സ് നിങ്ങൾ കാണിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടൊരു മാറ്റം വരുന്ന ഒരു ബിസിനസ്സാണിത്. അപ്പൊ സാറ് തന്നെ ഇപ്പൊ സാറിന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു, പ്രവാസ ജീവിതം ഉപേക്ഷിച്ച് നാട്ടിൽ വന്ന് സെറ്റിൽ ആയ ആളാണ്. ഇപ്പൊ നല്ലൊരു വരുമാനത്തിലൂടെ ഈ ബിസിനസ് നല്ല രീതിയിൽ നല്ല ഹാപ്പി ആയിട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും, നിങ്ങൾ ഈ ബിസിനസ് വരുമ്പോൾ അറിയാം എത്രയോ ആൾക്കാർ ഈ ബിസിനസ് ചെയ്യുന്നുണ്ട്, എത്ര നല്ല കമ്പനിയാണെന്നും എത്രമാത്രം ഇൻകം നമുക്ക് ഈ ബിസിനസ്സിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്നും നമുക്ക് ഈ ബിസിനസ്സിൽ വരുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. പക്ഷെ ഒന്നും അറിയാതെ പലതും നമ്മൾ കേട്ടുകൊണ്ട് മാറി നിന്നാൽ നമ്മുടെ ലൈഫിൽ ഒരു ഉയർച്ച ഉണ്ടാവില്ല. എന്നും ഈ ജോലിക്ക് പോയി കഷ്ടപ്പെടുക, അതെല്ലാം നമ്മുടെ ഹെൽത്തിനെ തന്നെ ബാധിക്കുക. പിന്നെ രാവിലെ തൊട്ട് രാത്രി വരെയാണ്. ഇപ്പം നാട്ടിലെ ആൾക്കാർ 5 മണി വരെ ഈ തിരക്ക് പിടിച്ച റോഡിലൂടെ ജോലിക്ക് പോയി വന്നാലും നമുക്ക് തുച്ഛമായ വരുമാനത്തിനാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ അവസരങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അത് കാണാതെ പോവാതെ അത് എന്താണെന്ന് അറിയാൻ മനസ്സ് കാണിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക. അപ്പൊ ഞങ്ങൾ ഈ ലൈവ് വന്ന് സംസാരിക്കുന്നത് നിങ്ങളെയൊക്കെ ഹെൽപ്പ് ചെയ്യാനാണ്. അപ്പൊ ഇത്രയും നല്ലൊരു അവസരം മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തർക്ക് എത്രയോ ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടോന്ന് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ ഒരു എക്സ്ട്രാ ഇൻകത്തിന്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം ലൈവിൽ വന്നതെന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന അത്രയും നല്ലൊരു ബിസിനസ് അവസരമാണെന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പൊ ആർക്കെങ്കിലും ഈ ബിസിനസിനെ പറ്റി കൂടുതലായിട്ട് അറിയണം, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫോൺ നമ്പർ ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ആരെയാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന അവരെ കോൺടാക്ട് ചെയ്യുക. എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞിട്ട് താല്പര്യമാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് മുന്നോട്ട് പോകാം.